ബഹുമാന്യരായ നേതാക്കളെ, എല്ലാവരും ഒന്ന് നിശബ്ദരായിരിക്കണം. അത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നിങ്ങൾ നിശബ്ദരാവണം. നിങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് എന്തായാലും സംസാരിക്കാൻ കഴിയില്ല. നല്ലൊരു സമ്മേളനമാണ്. അതിൻ്റെ ഗാംഭീര്യം നമ്മൾ ഉൾക്കൊള്ളണം. അവിടെയൊക്കെ എല്ലാവരും നടക്കുകയാണ്, വർത്തമാനം പറയാണ്, എല്ലാവരും സംസാരിക്കുകയാണ്. ഇതുപോലൊരു യോഗത്തിൽ ഒരു 10 ആൾ സംസാരിച്ചാൽ തന്നെ അതൊരു ശബ്ദമാവും. 100 ആൾ സംസാരിച്ചാൽ വലിയ ശബ്ദമാവും, പതുക്കെ പറഞ്ഞാൽ പോലും. പിന്നെ അവിടെ പ്രസംഗത്തിന് പ്രസക്തിയില്ല. ആര് പറഞ്ഞിട്ടും കാര്യമില്ല, പറഞ്ഞാർക്കും മനസ്സിലാവില്ല. അപ്പം നിശബ്ദത, യോഗത്തിൻ്റെ അച്ചടക്കം, ഓഡിയൻസിൻ്റെ ഡിസിപ്ലിൻ എവിടെ ആവശ്യമാണ്, ഇതുപോലൊരു സമ്മേളനത്തിൽ നിർബന്ധമാണ്. ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ടു, പൂർണ്ണമായി മെച്ചപ്പെട്ടിട്ടില്ല. പൂർണ്ണമായി മെച്ചപ്പെട്ടാലേ യോഗം വിജയിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, എൻ്റെ കാര്യമല്ല, നമ്മളെല്ലാവരും കാര്യമാണ്. എനിക്ക് വേണമെങ്കിൽ സംസാരം ചുരുക്കിയിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. പക്ഷേ ഞാൻ നിർത്തുന്നതുകൊണ്ടല്ല, പിന്നെയും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കാണ്ട്, പലരും സംസാരിക്കാണ്ട്. എന്തിനാണോ നിങ്ങൾ ബുദ്ധിമുട്ടി വന്നത്, ഇത്രയും ദൂരം നിന്ന് ഇത്രയും വലിയൊരു സമ്മേളനം, ഇത് കണ്ടാൽ ആരും അന്തം വിട്ടു പോകും. അത്ര വലിയൊരു മഹാസമ്മേളനമാണ്. അപ്പോൾ അത് പൂർണ്ണമായി പെർഫെക്റ്റായി വിജയിക്കണം. അതിനാണ് ഞാൻ പറയണത്. അത് അവിടെ നടക്കുന്നവരൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്ന പുരുഷന്മാരടക്കം, കണ്ടില്ലേ വർത്താനം ഇങ്ങനെ കേൾക്കണം, കണ്ടോ? ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിശബ്ദരായിരിക്കുകയാണെങ്കിൽ ഞാൻ അല്പം സ്വല്പം സംസാരിക്കും. ഇടയ്ക്ക് വർത്താനം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ഞാൻ വീണ്ടും പറയണം. പിന്നെ എനിക്ക് പൊതുവെ തന്നെ ഒരു ഇല അനങ്ങിയാൽ എൻ്റെ സംസാരം തടസ്സപ്പെടും. അങ്ങനെ ഒരു സ്വഭാവമാണ്. എന്ത് ചെയ്യാനാ, നമ്മളങ്ങനെ ശീലിച്ചു പോയി. പ്രഭാഷണം എന്ന് പറഞ്ഞ ഒരു സീരിയസ് ആയ ഏർപ്പാടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സദസ്സിന് നന്ദി. നല്ല സദസ്സ്. ഇപ്പോൾ വളരെ നിശബ്ദമായിട്ടുണ്ട്. ഇതിനാണ് വിജയം. അല്ല നമ്മൾ കുറേ ആൾ കൂടുന്നത് മാത്രമല്ല വിജയം. നമ്മുടെ വിജയം നമ്മുടെ ഭദ്രതയാണ്. കണ്ടോ എന്തൊരു ഭംഗിയുണ്ട് ഈ സദസ്സിനിപ്പോൾ, ആ കലബല പോയപ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരിമാർക്ക് പ്രത്യേകം നന്ദി പറയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉൾക്കൊണ്ട് അതേമാതിരി പാലിക്കുമ്പോൾ ഞാൻ നിങ്ങൾ താങ്ക് യു എന്ന് പറയണം. അതെൻ്റെ മേൽ ബാധ്യതയാണ്. ഇനി ആരും സദസ്സിൽ ഒരു ശബ്ദം ഉണ്ടാവരുത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പാലക്കാട് ജില്ലാ വനിതാ ലീഗ് സംഗമം നടക്കുന്ന ഈ മഹാസദസ്സിൽ ആധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട വനിതാ ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻറ്റ് ജമീല ടീച്ചർ, ജില്ലാ ജനറൽ സെക്രട്ടറി സ്വാഗതം പറഞ്ഞ റഫീഖ പാറക്കോട്ടിൽ, വേദിയിലുള്ള നമ്മുടെ അഭിവന്യരായ നേതാക്കൾ, നമ്മുടെ തലമുതിർന്ന നേതാവായ ബഹുമാനപ്പെട്ട കരീം സാഹിബ്, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച് ജില്ലാ മുസ്ലിം ലീഗിന് വളരെ പക്വമായ പ്രാപ്തമായ നേതൃത്വം പ്രദാനം ചെയ്യുന്ന എൻ്റെ ചിരകാല സുഹൃത്ത് പ്രിയപ്പെട്ട മരക്കാർ മൗലവി മാരായമംഗലം, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, സഹപ്രവർത്തകൻ, പ്രിയമിത്രം, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഖജാൻജി പ്രിയപ്പെട്ട സലാം സാഹിബ്, വേദിയിൽ ഒട്ടേറെ നേതാക്കളുണ്ട്.
സ്വാഗത സംഘം ചെയർമാൻ മുസ്തഫ മാസ്റ്റർ, നമ്മുടെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി, നമുക്കെല്ലാവർക്കും അഭിമാനമായിട്ടുള്ള ബഹുമാന്യ സഹോദരി ജയന്തി രാജൻ, സ്വാഗത സംഘം ട്രഷറർ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദ് അലി, വനിതാ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ്, നമുക്കെല്ലാം അഭിവന്യയായ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയായിരുന്ന ബഹുമാന്യ സഹോദരി സുഹറ മമ്പാട്, മറ്റു ഇവിടെ സന്നിഹിതരായിട്ടുള്ള നേതാക്കൾ എം കെ റഫീഖ, ഷംല ഷൗക്കത്ത്, ലൈല ബുല്ലാണി, കെ പി ബാപ്പുട്ടി, റഷീദ് തങ്ങൾ, പി ടി മുഹമ്മദ് മാസ്റ്റർ, കെ ടി എ ജബ്ബാർ, മുഹമ്മദ് അലി മാസ്റ്റർ, ടി പി ഉസ്മാൻ, കെ മുഹമ്മദ്, അഡ്വക്കേറ്റ് ജമാൽ, കെ കുഞ്ഞാപ്പു, അലി കുന്നത്ത്, സി അബ്ദുസ്സലാം, പ്രിയപ്പെട്ട ഹുസൈൻകുട്ടി മാസ്റ്റർ, എൻ പി മരക്കാർ, പി പി മുഹമ്മദ് ഖാസിം, നമ്മുടെ ബഹുമാന്യ നേതാവ്, പേരിവിടെ പിന്നീടാണ് കണ്ടത്, എൻ്റെ പ്രിയ സുഹൃത്ത് കളത്തിൽ അബ്ദുള്ള സാഹിബ്, ഒട്ടേറെ നേതാക്കളുണ്ട്. ഞാൻ ചില പേര് പറഞ്ഞു എന്ന് മാത്രം, പേര് വിട്ടുപോയി കാണും. അത്രയേറെ നേതാക്കളുണ്ട്. സദസ്സിലുള്ളവരും ഒരർത്ഥത്തിൽ നേതാക്കളാണ്. പുണ്യ റസൂലിൻ്റെ വാക്കറിഞ്ഞാൽ നിങ്ങളാണ് ഏറ്റവും വലിയ നേതാക്കൾ. എല്ലാവരും നേതാവാണ് എന്ന് പറയുന്നൊരു നബിവചനമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അവസാനിപ്പിക്കുന്നത് വൽ മർഅതു എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്ത്രീയും ലീഡറാണ്. അവളുടെ ഗൃഹത്തിൽ, വീട്ടിൽ, വീട് ചെറിയ കാര്യമൊന്നുമല്ല, അതിനെ ചെറുതാക്കാനൊന്നും നോക്കണ്ട. വീട്ടിലെ നേതാവാന്ന് പറഞ്ഞപ്പോൾ എന്തോ ചെറുതാക്കിയൊന്നും വിചാരിക്കണ്ട. വീടാണ് സംസ്കാരത്തിൻ്റെ ഉറവിടം. വീട് ചെറുതാന്നാരെങ്കിലും ബുദ്ധിയുള്ളവൻ പറയോ? ബുദ്ധിയുള്ളവൾ പറയോ? മനുഷ്യൻ്റെ പാർപ്പിടം, അവിടുന്നാണ് എല്ലാം രൂപപ്പെടുന്നത്. ക്യാരക്ടർ, എഡ്യൂക്കേഷൻ ഒക്കെ അവിടെയാണ്. അതിൻ്റെ ഒക്കെ ലീഡർഷിപ്പ് സ്ത്രീക്കാണ്. അതുകൊണ്ട് സദസ്സിലുള്ള എൻ്റെ ബഹുമാന്യ സഹോദരിമാർ, വേദിയിലുള്ള വനിതാ ലീഗിൻ്റെ മറ്റു ഭാരവാഹികൾ, ഞാൻ ചിലരുടെ പേരെ പറഞ്ഞുള്ളൂ, ചിലരുടെ പേരെ ഇവിടെ കാണുന്നുള്ളൂ. സ്വാഭാവികമായി എല്ലാവരുടെയും പേര് പറയാൻ കഴിഞ്ഞൊന്നും വരില്ല. വേദിയിലുള്ള മറ്റു ഭാരവാഹികളായ സഹോദരിമാർ, സദസ്സിൽ സന്നിഹിതരായ സഹോദരിമാർ, എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും, എൻ്റെ അഭിവാദ്യങ്ങൾ, എൻ്റെ നമസ്കാരം, എൻ്റെ നമസ്തേ, എൻ്റെ നമോവാകം, എൻ്റെ ആദരം, എൻ്റെ ബഹുമാനം. ബഹുമാനം എന്ന് വെറുതെ പറയണതല്ല. സ്ത്രീ എന്നാൽ എൻ്റെ കണ്ണിൽ മാതാവാണ്. എല്ലാവരുടെ കണ്ണിലും അങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു ചെറിയ കുട്ടി പോലും ഇന്നല്ലെങ്കിൽ നാളെ മാതാവാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവൾ ഉമ്മയാണ്, അമ്മയാണ്. അതുകൊണ്ട് അവരെ ബഹുമാനിക്കണം. ആ നിലയിലാണ് നിങ്ങളെ ബഹുമാനിക്കുന്നത്. ഞാൻ തുറന്നു പറഞ്ഞു, എൻ്റെ പ്രസംഗങ്ങളിൽ ഇതൊക്കെ വരാറുണ്ട്. നിങ്ങളൊക്കെ കേൾക്കുന്നവരായിരിക്കും. ചിലപ്പോൾ സ്ത്രീ പെങ്ങളായിരിക്കും, ഭാര്യയായിരിക്കും, മറ്റു പലതുമായിരിക്കും. പക്ഷേ സ്ത്രീ അടിസ്ഥാനപരമായിട്ട് മാതാവാണ്. ഖലീൽ ജിബ്രാൻ്റെ ഒരു കാവ്യശകലമുണ്ട്. ഓരോ സ്ത്രീയിലും അന്തർലീനമായ ഗാനമാണ് മാതൃത്വം. ഏത് സ്ത്രീയിലും അതുണ്ട്. എപ്പോഴത് വരികയെന്നറിയില്ല. ഒരു കുട്ടി പെൺകുട്ടിയായിരിക്കുമ്പോഴും നാളെ മാതാവാകാൻ പോകുന്ന ആളെന്നുള്ള കാഴ്ചപ്പാടോടെ കണ്ടാൽ മതി, എല്ലാ പ്രശ്നവും തീരും. സ്ത്രീക്ക് സുരക്ഷിതത്വം മാത്രമല്ല, ബഹുമാനവും ലഭിക്കും. അങ്ങനെ സ്ത്രീയും കാണണം. സ്ത്രീ തന്നെ അങ്ങനെ കാണണം. ഞാൻ ഈ പ്രപഞ്ചത്തിലെ വലിയൊരു ഉത്തരവാദിത്തത്തിൻ്റെ വാഹകയാണ്. അത് മാതൃത്വമാണ്. ഒരടിസ്ഥാന സ്വത്വം എന്ന് പറയാറുണ്ട്. ഓരോരുത്തർക്കും ഒരു അടിസ്ഥാന സ്വത്വം കാണും. ബേസിക് എലമെൻറ്റ്, ബേസിക് സെൽഫ്. അത് സ്ത്രീയെ സംബന്ധിച്ച് മാതൃത്വമാണ്. മറ്റു പല റോളുകളിലും നിൽക്കുമ്പോഴും. അതുകൊണ്ട് ഈ സദസ്സിനെ ബഹുമാനിക്കുന്നു.
ഇത്രയും വിപുലമായ ഒരു സദസ്സിൽ വെച്ച് പാലക്കാട് ജില്ലാ വനിതാ ലീഗിൻ്റെ സമ്മേളനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ വനിതാ ലീഗ് കമ്മിറ്റിക്ക്, ജില്ലാ കമ്മിറ്റിക്ക് അഭിമാനമാണ്. പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് അഭിമാനമാണ്. അവരുടെ നേതൃത്വമാണിത്. ആ നേതൃത്വത്തിൻ്റെ സംഘാടനത്തിൻ്റെ വൈഭവമാണിത്. എനിക്കറിയാം പാലക്കാട് ജില്ലാ ലീഗ് കമ്മിറ്റിയെപ്പറ്റി. ഇവിടെ ഉള്ളവരൊക്കെ എൻ്റെ ചിരകാല സുഹൃത്തുക്കളാണ്. നാട് തമ്മിൽ തന്നെ വലിയ അകലില്ല. ഞാൻ കോട്ടക്കൽക്കാരനാണ്. കോട്ടക്കൽ നിന്ന് പട്ടാമ്പിയിലേക്ക്, കൊപ്പത്തേക്കൊന്നും അധികം അകലമില്ല. ഒരുപാട് ബന്ധങ്ങളുള്ളതാണ് പാലക്കാട് ജില്ലയുമായിട്ട്, ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങൾ. അതിനപ്പുറമുള്ള ബന്ധം എനിക്ക് ഇവിടുത്തെ നേതാക്കളുമായിട്ടുണ്ട്. കരീം സാഹിബാണെങ്കിലും, മരക്കാർ സാഹിബാണെങ്കിലും, കളത്തിൽ അബ്ദുള്ള സാഹിബാണെങ്കിലും, മറ്റിവിടെ ഇരിക്കുന്നവരും ആയിട്ടുള്ള എത്രയോ നേതാക്കൾ, മൺമറഞ്ഞു പോയ നേതാക്കളും, ഞാൻ അവരുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല. എത്രയോ കഴിഞ്ഞ കാലത്തെ നേതാക്കൾ, അവരോടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാലക്കാട് ജില്ലയിലെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ചിട്ടയൊപ്പിച്ചുള്ള, ചുവടൊപ്പിച്ചുള്ള, ആസൂത്രിതമായ വ്യവസ്ഥാപിതമായ പ്രവർത്തനത്തിൻ്റെ, ജില്ലാ ലീഗ് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വളരെ പ്ലാൻഡായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു മഹത്തായ നേട്ടം കൂടിയാണ് ഇതുപോലുള്ള സമ്മേളനങ്ങൾ എന്ന് ഞാൻ തീർച്ചയായും മനസ്സിലാക്കുകയാണ്. ജില്ലാ വനിതാ ലീഗ് കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുന്നു. പ്രസിഡന്റ്, സെക്രട്ടറിമാർ തുടക്കത്തിൽ പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകളിൽ അടങ്ങിയിട്ടുള്ള അർപ്പണബോധം, അങ്ങനെ നിങ്ങൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ മികവ്, അതിൻ്റെ എല്ലാം പ്രതിഫലനം ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് സ്ത്രീയുടെ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ശകലം ഈ അടുത്ത കാലത്ത് ഇങ്ങനെ വീണ്ടും ഓടുന്നത് ഞാൻ കണ്ടു. മാതാവിനെക്കുറിച്ചാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ട പ്രസംഗം അമ്മ പ്രസംഗമാണെന്നാണ് പറയുന്നത്. മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ടത്, ആവർത്തിച്ച് ലക്ഷോപലക്ഷം. അതുകൊണ്ട് ഏത് സ്ത്രീ സദസ്സിൻ്റെ മുമ്പ് പോയി നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിൽ മാതാവാണ്. അപ്പോൾ ഈ അടുത്ത ദിവസം ഞാൻ തന്നെ കേട്ടത്, ചെറുപ്പക്കാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ ഈ പ്രസംഗത്തിൻ്റെ കട്ടിങ്ങൊക്കെ എടുത്ത് വിടും കുട്ടികൾ. അത് കാണുമ്പോൾ ഞാൻ തന്നെ ചിലപ്പോൾ അത്ഭുതപ്പെടുന്നത്, ഞാൻ പറഞ്ഞതാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ചില റീലുകളും ഷോട്ടുകളും ഒക്കെ. അതിൽ അടുത്ത ദിവസം എൻ്റെ തന്നെ, ഞാനിവിടെ പോയതാണൊരു സ്ഥലത്ത്. അപ്പോൾ ആ പോയതിൻ്റെ ഒരു രംഗം എടുത്തിട്ട് റീലാക്കിയിട്ട് അതിൻ്റെ കൊടുത്തിരിക്കുന്ന ഓഡിയോ ഞാനൊരു ടെലിവിഷൻ ചാനലിന് മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കാണ്. വിജയിക്കുന്ന ഓരോ പുരുഷൻ്റെ പിറകിലും ഒരു സ്ത്രീയുണ്ട് എന്ന് ഇംഗ്ലീഷുകാർ പറയാറുണ്ട്. അത് ഇംഗ്ലീഷ് ഒരു പഴമൊഴിയാണത്. പഴമൊഴിയൊക്കെ ശരിയാണ്, പക്ഷെ ഒരു തിരുത്ത് വേണം എന്നാണ് ഞാനന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഭാര്യയല്ല, അമ്മയാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വിജയിക്കുന്നവരെ പുരുഷൻ്റെ പിറകിൽ മാത്രമല്ല, വിജയിക്കുന്ന ഒരു സ്ത്രീയുടെ പിറകിലും ഒരു സ്ത്രീയുണ്ട്. നന്നായി നോട്ട് ചെയ്യണം ഞാൻ പറയണത്. വിജയിക്കുന്ന പുരുഷൻ്റെ പിറകിലുള്ള സ്ത്രീയാകാൻ ഭാര്യയ്ക്ക് കഴിയൂ. വിജയിക്കുന്ന പുരുഷൻ്റെയും സ്ത്രീയുടെയും പിറകിൽ നിൽക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയുണ്ട്, അത് മാതാവാണ്. ഇതാണ് രാഷ്ട്രീയം. ഐ എം സ്പീക്കിംഗ് അബൌട്ട് പൊളിറ്റിക്സ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പഴയ ധാരണകളൊക്കെ മാറ്റണം. എല്ലാം രാഷ്ട്രീയമാണ്. മാതൃത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്, സ്ത്രീത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. അതൊക്കെ പഠിച്ച് പ്രബുദ്ധത നേടാൻ
നിങ്ങൾക്കിടയിൽ നിന്ന് ആളുകൾ ഉയർന്നു വരണം എന്നാണ് ഈ സമ്മേളനത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വന്നിട്ട് വേറെ ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. പ്രബുദ്ധ രാഷ്ട്രീയം, വിമൻ പോളിറ്റിക്സ്. രാഷ്ട്രീയം അങ്ങനെ ചെറിയ കാര്യമൊന്നുമല്ല തള്ളിക്കളയാൻ. ചില ആളുകളുടെ വിചാരം രാഷ്ട്രീയം എന്ത് പഠിക്കാനിരിക്കുന്നു എന്നാണ്. ഇത്ര പഠിക്കേണ്ട വിഷയം മറ്റൊന്നുമില്ല. രാഷ്ട്രീയം പഠിക്കുമ്പോൾ എല്ലാം പഠിക്കേണ്ടി വരും. നാട്ടിലെ സകല കാര്യങ്ങളും. ആകാശത്തിന് താഴെ പുഴയുടെ രാഷ്ട്രീയം, മുളകിൻ്റെ രാഷ്ട്രീയം, അരിയുടെ രാഷ്ട്രീയം, കൃഷിയുടെ രാഷ്ട്രീയം, അങ്ങനെ അങ്ങ് പോയാൽ റോഡിൻ്റെ രാഷ്ട്രീയം, പാലത്തിൻ്റെ രാഷ്ട്രീയം, മലിനീകരണത്തിൻ്റെ രാഷ്ട്രീയം, പരിസ്ഥിതിയുടെ രാഷ്ട്രീയം, മരം സംരക്ഷിക്കേണ്ടതിൻ്റെ രാഷ്ട്രീയം, പുതിയ തലമുറയെ നേർവഴിക്ക് നയിക്കേണ്ടതിൻ്റെ രാഷ്ട്രീയം, ലഹരി വിരുദ്ധ രാഷ്ട്രീയം, അഴിമതി വിരുദ്ധ രാഷ്ട്രീയം. വെറും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ആണ് രാഷ്ട്രീയമെന്ന് ധരിച്ചവർക്ക് തെറ്റുപറ്റി. അതിൻ്റെയൊക്കെ അപ്പുറത്താണ്. രാഷ്ട്രീയമല്ലാത്ത എന്താ ഉള്ളത്? അതൊരു അറിവാണ്, അതൊരു വിജ്ഞാനമാണ്, വിജ്ഞാന ശാഖയാണ്. സകല വിജ്ഞാനങ്ങളുടെയും അടിയിൽ അതുണ്ട്. അതിനെ പ്രബുദ്ധമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള സമീപനങ്ങളെ വളർത്തിക്കൊണ്ടുവരണം. അതൊന്ന് വളരെ ആവശ്യമാണ്. വേണ്ടാത്ത പലതും പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് അനാവശ്യമായിട്ടുള്ള പലതും. ഇപ്പം തന്നെ നോക്കൂ, സ്ത്രീയെ സംബന്ധിക്കുന്ന രാഷ്ട്രീയം. സ്ത്രീയും കൂടി ഉൾപ്പെടുമ്പോഴേ രാഷ്ട്രീയം പൂർണ്ണമാകൂ. എവിടെയാണിന്ന് സ്ത്രീയെ സംബന്ധിക്കുന്ന രാഷ്ട്രീയം നിൽക്കുന്നത്? അടിസ്ഥാനപരമായ സുരക്ഷിതത്വം സ്ത്രീക്ക് ഇപ്പോഴും നൽകാൻ കഴിയുന്നുണ്ടോ ഈ സമൂഹത്തിന്? ഉണ്ടോ? ഇപ്പോഴും അവസാനിച്ചിട്ടുണ്ടോ നമ്മുടെ രാജ്യത്ത് സ്ത്രീക്കെതിരായ അക്രമങ്ങൾ? ഞാൻ പറയണത് ഈ പത്രത്തിലൊക്കെ വരുന്ന ഈ ഞാൻ അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയണത്. അതൊന്നുമല്ലത്. ഉത്തരേന്ത്യയിലേക്ക് വരൂ. കൊല ചെയ്യപ്പെടുന്ന പെൺമക്കൾ, ആ കൊല ചെയ്യപ്പെടുന്ന പെൺമക്കൾ, അടിക്കടി വരുന്ന ദുരന്ത വാർത്തകൾ. സുരക്ഷിതത്വം എന്ന പരസ്യപലകയിലൊക്കെ പെണ്ണാണ്. എന്തൊരു വിരോധാഭാസം! ഏത് സാധനം വിറ്റഴിക്കണമെങ്കിലും പെണ്ണിനെ ഉപയോഗപ്പെടുത്തണം. ഇതല്ലേ നിങ്ങളുടെ പുതിയ സംസ്കാരം? ഇതല്ലേ നിങ്ങളുടെ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പുത്തൻ ലോകത്തിൻ്റെ, വിപണി ലോകത്തിൻ്റെ. എല്ലാം വിപണിയാണ്, മാർക്കറ്റാണ്. ലോകം മാർക്കറ്റാണ്. അച്ഛനും അമ്മയൊന്നും വിലയില്ലാത്ത സാധനങ്ങളായി മാറുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? മാർക്കറ്റിൽ വിലയില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ അമ്മ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ടാണ്. അച്ഛനും അമ്മയും വീട്ടിൽ പോയിട്ട് ഒറ്റക്ക് കരയും. घर लौट के रोएंगे माँ बाप अकेले में. വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയും ഒറ്റക്കിരുന്ന് കരയും. മിട്ടി കെ ഖിലോനെ ഭി സസ്തേ ന ഥേ മേലെ മേ. അവർ രണ്ടാളും പറയും, എടി അങ്ങാടിയിലെ മൺ കളിപ്പാത്രത്തിന് പോലും വിലയുണ്ട്, നമുക്ക് വിലയില്ല. സത്യമല്ലേ ഞാൻ പറയണത്? ഈ നാട്ടിലെ മാതാപിതാക്കളായ വൃദ്ധന്മാരോടൊക്കെ പോയി ചോദിച്ചു നോക്കൂ, വല്ല വിലയുണ്ടോ അവർക്ക്? വീട്ടിൽ വിലയുണ്ടോ? മക്കൾ സമ്പാദിച്ചു കൊണ്ടുവന്ന് വീട് പോറ്റുന്നു.
അവിടെ പാർക്കുന്ന മാതാപിതാക്കളുടെ സ്ഥിതി എന്താ? ഒരു വിലയില്ല. അങ്ങാടിയിലെ കളിപ്പാത്രത്തിന് പോലും മിട്ടീക്കെ ഖിലോനെ ഭീ സസ്തേ നഥേ മേലേ മേ. ഒരു പ്രസിദ്ധമായ ഗസലാണ്. അങ്ങാടിയിലെ കളിപ്പാത്രത്തിന് പോലും വിലയുണ്ട്, അച്ഛനമ്മക്കും വിലയില്ല. മിനിഞ്ഞാന്ന് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു മലയാള നടൻ്റെ വീഡിയോ ക്ലിപ്പ് കണ്ടു. അദ്ദേഹത്തെ എനിക്കറിയാം, ഞങ്ങളൊന്നിച്ച് ചില പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ മകളെന്നെ തിരിഞ്ഞു നോക്കാറില്ല. അദ്ദേഹം പറയാണ്, എൻ്റെ മകളെന്നെ തിരിഞ്ഞു നോക്കാറില്ല. പരസ്യമായിട്ട് പറയാൻ അദ്ദേഹത്തിനൊരു മടിയില്ല. ലോകം കേൾക്കുകയാണ്. എത്ര വലിയ അവഗണനയായിരിക്കും കുടുംബത്തിൽ അവരൊക്കെ അനുഭവിക്കുന്നത്. അടുത്ത ദിവസമാണ് ഒരു സിനിമാ നടൻ വൃദ്ധസദനത്തിൽ വെച്ച് മരണപ്പെട്ടത്. ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും. എനിക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതൊക്കെ. എനിക്കിത്തരം വാർത്തകൾ കണ്ടാൽ തന്നെ അന്നത്തെ ദിവസം വളരെ ബുദ്ധിമുട്ടാണ്. ഭക്ഷണം കഴിക്കാനും രാത്രി ഉറങ്ങാനൊക്കെ. ചിലതൊന്നും ഞാൻ ഒറ്റയടിക്ക് വായിക്കാറില്ല. ഈ അടുത്ത ദിവസം പത്രത്തിലുണ്ടായത് വാപ്പി കഷ്ടമാണ്. പിതാവ് 2ാം വിവാഹം ചെയ്തിട്ട് പിതാവും അയാളുടെ ഭാര്യയും കൂടി കുഞ്ഞു കുട്ടിനെ കഷ്ടപ്പെടുത്തിയിട്ട് അവളുടെ ദുഃഖം ഒരു കടലാസിൽ എഴുതി വെച്ചതാണ്. വാപ്പി കഷ്ടമാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ പത്രക്കട്ടിങ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല ഇതുവരെ. എനിക്ക് വായിക്കാൻ കഴിയില്ല, അത്ര ശക്തി എനിക്കില്ല. എനിക്ക് പെട്ടെന്ന്, ഞാൻ ഒരു സെൻസിറ്റീവായ മനുഷ്യനാണ്, പെട്ടെന്ന് സങ്കടം വരും. എൻ്റെ കൈകാലുകളൊക്കെ തളരും. ഇതാണെന്ന് ലോകം. ഞാനീ പറയുന്നതൊക്കെ രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾ രാഷ്ട്രീയത്തെ പഠിക്കുന്നുള്ളൂ. അല്ലാതെ രാഷ്ട്രീയം ഇവിടെ ചിലർ പണ്ടുണ്ടാക്കി വെച്ച ചില ധാരണകളും നോട്ട് അറ്റ് ഓൾ. MT വാസുദേവൻ നായർ നിര്യാണം പ്രാപിച്ചപ്പോൾ ഞാൻ അനുശോചനത്തിൽ പറഞ്ഞത് MTക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്നാണ്. എൻ്റെ അർത്ഥം MT ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തൊന്നല്ല. MT അതിനൊക്കെ അപ്പുറത്തായിരുന്നു. MT പറഞ്ഞതിലൊക്കെ രാഷ്ട്രീയമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. MT പുഴയെക്കുറിച്ച് പറഞ്ഞു, മലയാളത്തെക്കുറിച്ച് പറഞ്ഞു. അതുമാത്രമൊന്നും ആയിരുന്നില്ല. അദ്ദേഹം നിര്യാണത്തിന് തൊട്ട് മുമ്പ് ഒരു സ്ഥലത്ത് ചെയ്ത പ്രസംഗം, ആ പ്രസംഗം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോഴൊക്കെ കേരള ചാനലുകളൊക്കെ എടുത്തു പിടിച്ചു. അദ്ദേഹം രാഷ്ട്രീയത്തെ ശുദ്ധ വിമർശനത്തിന് വിധേയമാക്കി. അത് MT വാസുദേവൻ നായരുടെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയക്കാരൻ പോലും ആകണമെന്നില്ല. അത്രമാത്രം വിപുലമാണ് പൊളിറ്റിക്സ്. ഇതൊക്കെ എൻ്റെ സഹോദരിമാർ മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു ഇടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അടുക്കളയാണത്. അവിടെയാണ് രാഷ്ട്രീയം വേവുന്നത്. ഡു യു നോ ദാറ്റ്? നിങ്ങൾക്കതറിയോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ വീട് ഭരിക്കുന്നതും രാജ്യം ഭരിക്കുന്നതും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്. പല വീടുകളിലും കണക്ക് വെക്കുന്നത്, വീട് നടത്തുന്നത്, അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ്. വരുമാനം ഉണ്ടാക്കി വരുന്നത് മാത്രമല്ല, എന്നെ പഠിപ്പിച്ച, ഞാൻ ലോ കോളേജ് പഠിച്ചിരുന്ന കാലത്ത് അവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന ഞങ്ങളുടെ മാഡം എന്നെ വിളിച്ചിരുന്നു മിനിഞ്ഞാന്ന്. ഈ പാലക്കാട്ടുകാരിയാണ് അവർ.
കോഴിക്കോട്ടെ ലോ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവരിപ്പോൾ റിട്ടയർഡ് ലൈഫാണ്. അവർ പുസ്തകം എഴുതുന്നുണ്ട്, അതിൻ്റെ പ്രകാശനത്തിന് എന്നെ ക്ഷണിക്കാനാണ് വിളിച്ചത്. പറഞ്ഞിട്ട് പറഞ്ഞു ഇത്രയും കാലം ഞാൻ അത് നോക്കി ഇത് നോക്കി. അവരവരെ കാര്യങ്ങൾ ഇങ്ങനെ പറയണം. ഞാൻ മക്കളെ നോക്കി, ഭർത്താവിനെ നോക്കി. അതിൽ അവർ പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വല്ലാതെ ടച്ച് ചെയ്തു. വീട്ടിൽ എനിക്കൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാനൊരു മുറി എടുത്തു. ഒരു മുറി ഞാനങ്ങ് എടുത്തു. എന്നെ പഠിപ്പിച്ച പ്രൊഫസർ പറയണം, അവിടെ നോക്കിയാൽ തമാശയിൽ കൂടെയാണ് ഇതൊക്കെ പറയണതെങ്കിലും ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒരു മുറിയാണ്. അവിടെ നോക്കിയാലും ഉണ്ടാവും മൂപ്പര കുറേ സാധനം. ഞങ്ങൾ രണ്ടാൾക്കും കൂടി കിടക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ ഉണ്ടാവും മൂപ്പരുടെ ഒരു അലമാര. എനിക്കൊരു സ്ഥലമില്ല. ഞാനൊരു മുറി അങ്ങെടുത്തു. എനിക്ക് സ്വസ്ഥമായിരിക്കാനും വായിക്കാനും എഴുതാനും. ഇത് വീട് മാത്രമല്ല ഭരിക്കുന്നത് അവർ. ഞാൻ അവരെ നോക്കി ഇവരെ നോക്കി ഞാൻ മോളെ വളർത്തി. ഭാവി തലമുറയെ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണത്. അത് മോൾഡിംഗ് ആണ്, വാർത്തെടുക്കലാണ്. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്ത്രീക്ക് സുരക്ഷിതത്വമില്ല എന്ന ഉത്തരേന്ത്യൻ UP പോലുള്ള സംസ്ഥാനങ്ങളിലെ അവസ്ഥാവിശേഷം അതൊരു ഭാഗത്ത് നടക്കുമ്പോഴും പെണ്ണിനെക്കുറിച്ചുള്ള അപദാനങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കപടമാണ്, അതിലൊന്നും കാര്യമില്ല. അതിനിടയിൽ കൂടി പെണ്ണിനെ ആണാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ നല്ല ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ഉണ്ട്. ഒരു സ്ഥലത്ത് കാറ് സൈഡാക്കിയതാണ്. പുക വലിച്ച് പുക വിട്ട് പരിസരം മുഴുവൻ പുകയാണ്. അപ്പം എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ഒരു വിമാനത്താവളത്തിൽ ഒരു വിദേശ രാജ്യത്ത് ലോഞ്ചിലിരിക്കുകയാണ്. ഒരു സ്ത്രീ പുക വലിക്കാൻ തുടങ്ങി. വലിച്ച റൂം മുഴുവൻ പുക നിറഞ്ഞു. ഒരു വിദേശ വനിതയാണ്. അത്രയായപ്പോൾ എനിക്ക് തോന്നി, ഇപ്പം ഈ സ്ത്രീ എടുക്കുന്ന സ്വാതന്ത്ര്യം നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ്. അപ്പം ഞാൻ ആ ലോഞ്ച് മാനേജറുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, യു ഹാവ് ടു പ്രിവെൻറ്റ് ദിസ്. ഇത് നിങ്ങൾ തടയണം. റൂം മുഴുവൻ പുകയാണ്. അല്ലെങ്കിൽ തന്നെ ലോകത്തുള്ള മുദ്രാവാക്യം യുവർ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു അവർ ഹെൽത്ത് എന്നാണ്. നിങ്ങളുടെ പുകവലി ഞങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. യുവർ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു അവർ ഹെൽത്ത്. ഈ പുക അങ്ങനെയാണ്, വലിക്കണമെന്നില്ല, പുക വിട്ടാൽ മതി. അപ്പം ഇതാണ് ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ മാനേജർ പോയിട്ട് ആ സ്ത്രീയെ തടഞ്ഞു. അവർ പറഞ്ഞു, നോ പ്ലീസ്. സ്ത്രീ നിർത്തി. ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് ഈ സീന് കണ്ടു എന്നാണ് ഞാൻ പറയണത്. ഇതൊക്കെ ഞാൻ എന്തിനാ പറയണത്? ഇതൊക്കെയാണ് പോൽ പുരോഗമനം. ഓ ശരിയാ. അപ്പോൾ ആണുങ്ങളായിട്ട് എന്തിനു മോശാവണം? അല്ല, പെണ്ണുങ്ങളായിട്ട് എന്തിനു മോശാവണം? ഞങ്ങൾക്കും വേണ്ടേ? അവർ പുകവലിക്കുന്നു, ഞങ്ങളെന്താ പുകവലിച്ചാൽ? അവർ മയക്കുമരുന്ന് അഡിക്ഷനാണ്, ഞങ്ങൾക്കെന്താ മയക്കുമരുന്ന് പറ്റൂലേ? ഇന്ന് കേരളക്കരയിൽ ആൺകുട്ടികളെപ്പോലെ ആണുങ്ങളെപ്പോലെ പെൺകുട്ടികളും പെണ്ണുങ്ങളും ഉപയോഗിക്കുന്നതാണ് മയക്കുമരുന്ന്. പലരും മനസ്സിലാക്കിയിട്ടില്ല. കയ്യിലേക്ക് മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് കുത്തിക്കയറ്റുന്നതിൽ പോലും ക്യാമ്പസുകളിൽ പെൺകുട്ടികൾ ഒട്ടും പിറകിലല്ല. ഇതാണോ സ്ത്രീ പുരുഷ സമത്വം? ആണുങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്യലാണോ സ്ത്രീയുടെ ജോലി? അങ്ങനെയാണെങ്കിലേ സ്ത്രീ പുരോഗമനം പാലിക്കുകയുള്ളൂ. എങ്കിൽ ഞാൻ പറയുന്നു, ആണിനെ പെണ്ണാക്കുകയും പെണ്ണിനെ ആണാക്കുകയും ചെയ്യുന്നതല്ല സംസ്കാരം. പുരുഷനെ പൗരുഷത്തിലും സ്ത്രീയെ സ്ത്രീത്വത്തിലും സ്ഥാപിക്കുന്നതിൻ്റെ പേരാണ് സംസ്കാരം.
സ്ത്രീയെ സ്ത്രീയാക്കുക, സ്ത്രീയെ സ്ത്രീത്വത്തിൽ പുനഃസ്ഥാപിക്കുക. അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. മറ്റത് എളുപ്പമാണ്. മറ്റത് ആണിനെ പോലെ പാൻറ്റിട്ട് പുകവലിച്ചാൽ പെണ്ണിന് വേണമെങ്കിൽ പുരുഷനെ പോലായി എന്ന് വിചാരിക്കാം. അതുകൊണ്ടൊന്നും ആവൂല. ഇത് പ്രകൃതിയാ തന്നെ വ്യത്യാസപ്പെട്ട കാര്യങ്ങളെ അങ്ങനെ ഒന്നാക്കാൻ കഴിയില്ല. നിങ്ങൾ പ്ലാവിനെ പ്ലാവാകാൻ വിടൂ. പ്ലാവിൽ നിന്ന് ചക്ക പ്രതീക്ഷിക്കൂ. പ്ലാവിൻ്റെ അടുത്ത് പോയിട്ട് നീ മാമ്പഴം നൽകുമെന്ന് പറയുന്നത് നിന്റെ വിവരക്കേടാണ്. പ്രകൃതമാണ്, പ്രകൃതിയാണ്. പ്ലാവിൽ നിന്ന് ചക്ക ലഭിക്കുക എന്നത് നേച്ചറാണ്. മാമ്പഴം ലഭിക്കണമെങ്കിൽ നീ മാവും തൈ നട്ട് വളർത്തണം. രണ്ടും വേണം. രണ്ടിൻ്റെയും നേച്ചർ ഡിഫറൻ്റാണ്. ഇത്രയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പുതിയ സംസ്കാരം ഉയർത്തുന്ന വെല്ലുവിളികൾ. പെണ്ണിനെ ആണാക്കുക, ആണിനെ പെണ്ണാക്കുക, അതല്ലേ ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസ പദ്ധതിയിൽ പോലും ഇടക്കിടക്ക് വരും വേഷം. ഈ വേഷം എത്ര വലിയ കാര്യമാണോ? ആണിൻ്റെ വേഷം പെണ്ണ് ധരിച്ചാൽ പെണ്ണ് ആണാകുമോ? പെണ്ണിനെ പോലെ ആണ് മുടിയൊക്കെ വളർത്തി ശുദ്ധ അസംബന്ധം എന്നല്ലാതെ എന്ത് പറയാൻ? ഭോഷ്ക് പറയുകയാണ്. അതിലൊന്നും യാതൊരു അർത്ഥവുമില്ലെന്ന് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിയും വിവരവും മതി. മാത്രവുമല്ല, അത് തലകീഴായി പിടിക്കുകയാണ്. സ്ത്രീ സ്ത്രീയായിരിക്കട്ടെ. സ്ത്രീകൾ ലോക ചരിത്രത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അതൊന്നും അവൾ ആണാകാൻ ശ്രമിച്ചുകൊണ്ടല്ല, അവൾ പെണ്ണായിക്കൊണ്ടാണ് ആ നേട്ടങ്ങൾ കൈവരിച്ചത്. ചരിത്രത്തിലെ ധീര വനിതകളുടെ പരമ്പരയിലേക്കൊന്നും ഞാൻ പോണില്ല. ഞാൻ മേരിയെക്കുറിച്ച് പറയുന്നില്ല. മറിയം. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്, ദ മേരി, മറിയം, ചാപ്റ്റർ മേരി. യേശുവിൻ്റെ മാതാവായ ഈസബ്നു മറിയം, മറിയമിൻ്റെ മകൻ ഈസ. ഞാൻ ആസിയയെക്കുറിച്ച് പറയുന്നില്ല. ഫറവോൻ്റെ പത്നി ആസിയ, ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ ഏകാധിപതിയുടെ വീട്ടിൽ നന്മയുടെ ദീപമായി ജ്വലിച്ച ആസിയ. ഞാൻ ഫാത്തിമയെക്കുറിച്ച് പറയുന്നില്ല. എൻ്റെ ഒരു പ്രസംഗമുണ്ട്, അതാണ് ഫാത്തിമ. കോഴിക്കോട്ട് കടപ്പുറത്ത് 3 രാവുകളിൽ 10-15 മണിക്കൂറുകൾ. ഇന്നും എന്നോട് ചിലർ പറയും അത് കേട്ട് ഞാൻ കരഞ്ഞു എന്ന്. ശരിയാണ്. ഫാത്തിമയെ മനസ്സിലാക്കിയാൽ നിൻ്റെ കണ്ണും കരളും നിറയും. ഫാത്തിമ എന്താണെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അതിനൊരു ശീർഷകം നൽകിയത്. അതാണ് ഫാത്തിമ. എന്താണ്? അതാണ് ഫാത്തിമ. ഫാത്തിമ എന്താണോ അതാണ് ഫാത്തിമ. അതിലപ്പുറം പറയാൻ കഴിയില്ല. ഫാത്തിമ ഇന്നതാണെന്ന് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഫാത്തിമ പലതുമാണ്. ഫാത്തിമ മകളാണ് തിരുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ പത്നിയാണ് അലിയുടെ റളിയല്ലാഹു അൻഹു. ഫാത്തിമ മാതാവാണ് ഹസൻ്റെ ഹുസൈൻ്റെ. ഫാത്തിമ ജംഗ്ഷനാണ്. ഫാത്തിമ വഴിത്തിരിവാണ്. ഫാത്തിമ ചക്രവാളമാണ്. ഫാത്തിമ ചരിത്രത്തിൻ്റെ പൊരുളാണ്. ഇങ്ങനൊന്നും പറയാൻ കഴിയില്ല ഒരു വിഷയത്തിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതാണ് ഫാത്തിമ. ഇന്നും മലയാളികൾ 10,000 കേൾക്കുന്ന യൂട്യൂബിലെ പ്രഭാഷണമാണത്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. അവരൊന്നും ആണാകാൻ നോക്കിയിട്ടില്ല. അവിടെ കൊണ്ട് തീരുന്നില്ല ആ പട്ടിക. മാഡം ക്യൂറി, ആനി ബസന്റ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായിക, ഗാന്ധിജിയുടെ പത്നി കസ്തൂർബ, അലി സഹോദരന്മാരുടെ ഉമ്മ ബി അമ്മ. ഈ പാലക്കാട്ട് വന്നു ബി അമ്മ, അലി സഹോദരന്മാരുടെ ഉമ്മ.
ആരോടപ്പാ വന്നത് എന്നറിയോ? അവരുടെ മകൻ കേരളം സന്ദർശിച്ചത് ഷൗക്കത്ത് അലി ഗാന്ധിക്കൊപ്പമാണ്. ഗാന്ധിജി കേരളം സന്ദർശിക്കുമ്പോൾ കൗമുദ് ടീച്ചർ ഗാന്ധിജിയുടെ പ്രസംഗം കേൾക്കാൻ വടകരയിൽ ഒരു പെൺകുട്ടി ഒരുമിച്ച് കൂടി. ഗാന്ധിജി പറഞ്ഞു, കയ്യിലുള്ള വല്ലതും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫണ്ടിലേക്ക് തരൂ, ഖാദി. അവർ കഴുത്തിലുള്ളത് ഊരിക്കൊടുത്തു. ഈ കൗമുദ് ടീച്ചറെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ വടകരയിൽ പോയി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വടകരക്കാർ സംഘടിപ്പിച്ച ചടങ്ങിൽ അവരെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ അഭിമാനമാണ്. കൗമുദി ടീച്ചർ. അങ്ങനെ എത്ര പെണ്ണുങ്ങൾ നല്ല വാക്കാണ്, ആ വാക്കിനൊരു കുറവില്ല. ആണുങ്ങൾ, പെണ്ണുങ്ങൾ. പെണ്ണ് പെണ്ണാകണം, ആണത്തം എന്നാണ് പറയാ. അതിനൊരു കുറവ് ആർക്കും തോന്നിയിട്ടില്ല. പെണ്ണിനെ കുറിച്ചും അങ്ങനെയാ പറയാ, സ്ത്രീത്വം അല്ലെങ്കിൽ പെണ്ണായിരിക്കുക. മലയാളത്തിൽ വേറൊരു വാക്കുണ്ട്, പെണ്ണൊരുമ്പെട്ടാൽ. അത് നെഗറ്റീവും പോസിറ്റീവും ആവാം, പക്ഷെ അങ്ങനെ ഒരു സാധനമുണ്ട്. ഒരുമ്പെട്ടാൽ അത് ആ വാക്കിൻ്റെ ശക്തിയാണ് പ്രകടമാക്കുന്നത്. അവൾ ഒരുങ്ങിയാൽ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അത് ഏത് സംഗതി അങ്ങനെയാണ്. പെണ്ണ് മാത്രമൊന്നുമല്ല, ആണും അങ്ങനെ തന്നെയാണ്. എല്ലാം പോസിറ്റീവ് ആകണമെന്നില്ല, പോസിറ്റീവ് ആക്കണം. ഇതൊക്കെയാണ് സ്ഥിതിവിശേഷം. ഇവരൊക്കെ ചരിത്രത്തിൽ ഇടം നേടിയവരാണ്. ഝാൻസി റാണി, സ്വാതന്ത്ര്യസമര നായിക. എത്ര പേര് സ്വാതന്ത്ര്യസമര സേനാനികളുടെ പത്നിമാർ. മൗലാന ഹസ്രത്ത് മൊഹാനിയുടെ പത്നി സ്വാതന്ത്ര്യസമരത്തിലേക്ക് എടുത്തു ചാടിയവരാണ്. ഇവരൊന്നും പെണ്ണാകാൻ നടന്നില്ല, അവരൊന്നും പുരുഷൻ്റെ വേഷം തിരഞ്ഞ് നടന്നില്ല. അല്ലെങ്കിൽ വേഷത്തിൽ എന്തിരിക്കണം? ഞാൻ മുണ്ടുടുക്കുന്നു, ഇതാണോ പാൻ്റാണോ മെച്ചം? എനിക്കിഷ്ടം തോന്നുമ്പോൾ ഞാൻ മുണ്ടുടുക്കുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നും പാൻസ് പുറത്ത് പോകുമ്പോൾ, എന്നാൽ എനിക്കിഷ്ടം എൻ്റെ മുണ്ടാണ്, ഇതാണ് സുഖം. നിങ്ങൾ അന്തസ്സുള്ള മക്കനെ അണിഞ്ഞിരിക്കുന്നു, സുഹറത്ത മറ്റു പലരും പർദ്ദ അണിഞ്ഞിരിക്കുന്നു. മാന്യതയുള്ള വസ്ത്രം. ഇതൊക്കെ നോക്കിയിട്ട് ആക്ഷേപിക്കുന്നവരില്ലേ ഇവിടെ? അവരുടെ അജണ്ടയെ തിരിച്ചറിയണം. നിങ്ങളുടെ വേഷത്തിൽ ഇടപെടാൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അവകാശമില്ല. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഞാനെന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. എനിക്ക് പറ്റിയതേ കഴിക്കാറുള്ളൂ. നിങ്ങൾ വിചാരിച്ച പലതും ഞാൻ കഴിക്കുന്നുണ്ടാവില്ല. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ മാംസം കഴിക്കാറില്ല. അത് തെറ്റായതുകൊണ്ടല്ല, എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ചിക്കൻ കഴിക്കാറില്ല, ഞാൻ ബിരിയാണി കഴിക്കാറില്ല, ഞാൻ നെയ്ച്ചോറ് കഴിക്കാറില്ല. മന്തി എന്താണെന്നും കൂടി അറിഞ്ഞുകൂടായിരുന്നു എനിക്ക്. അടുത്ത ദിവസമാണ് ഞാനത് രുചിച്ച് നോക്കിയത്. കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ അതെൻ്റെ ഇഷ്ടമാണ്. അതൊന്നും മോശം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനമായിരിക്കും, ടേസ്റ്റ് ഉള്ളവർക്ക്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ ഉമ്മ എനിക്ക് വിളമ്പി തന്ന ഭക്ഷണത്തിൽ തന്നെയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. അതേ സംഗതികൾ, അതേ കുറച്ച് പച്ചക്കറി, കുറച്ച് ഇത്തിരി മീനോ. ചിലപ്പോൾ എനിക്കതിനേക്കാൾ രുചികരമായ ഒരു ഭക്ഷണം ഈ ലോകത്ത് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചിലയിടത്തൊക്കെ പോയാൽ ഞാൻ ഭക്ഷണം കഴിക്കാതെ മടങ്ങും. ഇതെൻ്റെ ഇഷ്ടമാണ്. ഇറ്റ് ഈസ് മൈ ഫ്രീഡം. അതിലിടപെടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. എങ്കിൽ നാളെ ആരോ എന്നോട് പറയാൻ നിൽക്കട്ടെ, നിങ്ങൾക്ക് ഈ വസ്ത്രം വേണ്ട. ഇതെൻ്റെ സ്വാതന്ത്ര്യമാണ്. ചിലർ ചില വേഷത്തിന് മുദ്ര കുത്തുന്നു. എന്തൊരു വിഡ്ഢിത്തമാണ്, എന്തൊരു വിവരക്കേടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയിട്ട് പ്രസംഗത്തിൻ്റെ ഇടയിൽ പലതും ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ പറഞ്ഞു, അവിടെ ഒരു ക്രൈസ്തവ ഫാദർ ഇരിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഒരു അതിഥി വേദിയിൽ. ഞാൻ പറഞ്ഞു, ഈ ഡ്രസ്സും അറബികളുടെ ഡ്രസ്സും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഇതിലൊന്ന് മോശം മറ്റൊന്ന് മികവുള്ളതാവോ? ഒരേ വസ്ത്രമല്ലേ? എൻ്റെ ബഹുമാനപ്പെട്ട ക്രൈസ്തവ പുരോഹിതന്മാർ അണിയുന്ന ആ കഴുത്ത് മുതൽ താഴേക്ക് എന്ന പോലെ എന്താണ് സുഹറ മമ്പാടിൻ്റെ വേഷവും
എൻ്റെ ബഹുമാനപ്പെട്ട കന്യാസ്ത്രീ സഹോദരിമാരുടെ വേഷവും തമ്മിൽ എന്താ വ്യത്യാസം? എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആക്ഷേപിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്, ഒരിക്കൽ ഇതിനെതിരെ ആക്ഷേപവുമായി വരുന്നവർ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു വ്യത്യാസമില്ല. തല പോലും മറക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ. തല അവർ മാത്രമൊന്നുമല്ല മറക്കുന്നത്. ലോക്സഭയിലുള്ള ഇന്നത്തെ ഭരണകക്ഷിയിൽപ്പെട്ട സ്ത്രീകൾ വരെ തല മറച്ചിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഇന്ത്യയുടെ ലോക്സഭയിൽ ഇപ്പോഴും അങ്ങനെയാണ് ഉത്തരേന്ത്യൻ രീതി. നിങ്ങൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു പോകും. നിങ്ങൾ മലപ്പുറത്തെ വല്ല വനിതാ ലീഗ് സമ്മേളനത്തിൽ പോയോന്ന്. ഞാൻ ഇന്ത്യയുടെ ലോക്സഭയുടെ കഥയാണ് പറയേണ്ടത്. ഇപ്പോഴും തലയിലൂടെ തട്ടിട്ടിരിക്കും. സാരി തലപ്പ് കൊണ്ടായിരിക്കുന്നു മാത്രം, വേറെ തട്ടമല്ല. അപ്പം ഇതിൻ്റെ ഒക്കെ പിന്നിൽ ചിലതിനോടുള്ള വിരോധമല്ലാതെ അത് വളരെ തെറ്റല്ലേ? അതിനിടയിൽ അറിവുള്ള ആളുകൾ പലതും പറയുന്നു. ഈ അടുത്ത കാലത്തെ ഒരു സഹോദരി, സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു മലയാളി സഹോദരി പർദ്ദയണിഞ്ഞു പോയി. വാർത്തക്കാരെ മീഡിയ ഒക്കെ വളരെ ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് എന്ത് പറ്റി? അവർ പറഞ്ഞു, രൂക്ഷമായ തുറിച്ചു നോട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ആ പർദ്ദയിട്ട് പോയത്. രൂക്ഷമായ തുറിച്ചു നോട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ആ പർദ്ദ. ഇത് പറഞ്ഞൊരു സിനിമ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലയാളി വനിതയാണ്. കേട്ടില്ലേ ലോകം? അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ തോന്നുമെങ്കിൽ അവരത് അണിയട്ടെ, ആരെമേലും അടിച്ചേൽപ്പിക്കണ്ട. ഇതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിന് വില കൽപ്പിക്കൂ, അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കൂ, ആരും മറ്റുള്ളവരുടെ മേലൊന്നും അടിച്ചേൽപ്പിക്കാതിരിക്കൂ. അതാണ് നമ്മൾ ഊന്നിപ്പറയുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കണം. അത് ജനാധിപത്യമാണ്, മതേതരത്വമാണ്. മതേതരത്വം. അവനവൻ്റെ മതത്തിൽ വിശ്വസിക്കൂ. മറ്റുള്ള മതത്തിന് നേരെ കുതിര കയറാതിരിക്കൂ. ആ മതത്തിൽ മാത്രമല്ല. ഞാൻ ആഹാരം പറഞ്ഞു, ഞാൻ വേഷവിധാനം പറഞ്ഞു, ഭാഷയുടെ കാര്യം ഞാൻ പറയാം. എനിക്കിഷ്ടപ്പെട്ട ഭാഷ ഞാൻ പറയും. ഓരോരുത്തരും അവരവരുടെ ഭാഷ പറയട്ടെ. ഭാഷകൾ കൂടുതൽ പഠിക്കാനോ സംസാരിക്കാനോ കഴിയുന്നവർ അങ്ങനെ ചെയ്യട്ടെ. മലയാളം നമ്മുടെ പ്രിയപ്പെട്ട മാതൃഭാഷയാണ് എന്ന് വെച്ച് മറ്റ് ഭാഷകൾ വെറുക്കാനാവോ? ഇംഗ്ലീഷില്ലാതെ ജീവിക്കാനാവോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇംഗ്ലീഷിനെ വെറുക്കാനാവോ? ഈ മൈക്കിൻ്റെ പേരെന്താ? മൈക്ക് ഇംഗ്ലീഷാണ്. അതിൻ്റെ മലയാളം എന്താ? ഉച്ചഭാഷിണി എന്ന് പറയുകയാണെങ്കിൽ ആ കാഹളായിരിക്കും. ഇതിൻ്റെ പേരെന്താന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉച്ചഭാഷണി ലൗഡ് സ്പീക്കറാണ്. ഇതിൻ്റെ പേരെന്താ? അപ്പോൾ നമ്മളൊക്കെ ഓരോ ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തൊരു നേതാവ് പ്രസംഗിച്ചു. നേതാവല്ല, കേന്ദ്രം ഭരിക്കുന്നൊരു മന്ത്രി ഇംഗ്ലീഷ് പറയുന്നവരെ വെറുക്കുന്നൊരു കാലം വരും ഇന്ത്യയിൽ നിന്ന്. നോക്കൂ നിങ്ങൾ, എന്തിനാ അത് വെറുക്കണത്? അങ്ങനൊരു കാലം വരില്ല. വെറുതെ പറയാ, വെറുതെ പൂതി വെക്കുകയാണ്. ഇംഗ്ലീഷിനെ വെറുത്താൽ കുളത്തോട് ദേഷ്യം പിടിച്ച് കുളിക്കാത്തവൻ്റെ ഗതി വരും. അത്രേ വരൂ. ഇംഗ്ലീഷ് വലിയ കേമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ മാതൃഭാഷയുടെ ആളാണ്, ഞാൻ ഇംഗ്ലീഷിൻ്റെ ആളൊന്നുമല്ല. എനിക്ക് ചിലയിടത്ത് ഇംഗ്ലീഷ് പറയുന്നവരോട് പുച്ഛമാണ്. വീട്ടിൽ കയറിയിട്ട് മക്കളോട് ഇംഗ്ലീഷ് പറയുന്നവർ എനിക്ക് പുച്ഛമാണ്. സ്വന്തം വീട്ടിൽ ഞാൻ ഇംഗ്ലീഷ് ഒരു അക്ഷരം പറയില്ല. ഇല്ല, ഞാൻ എൻ്റെ മക്കളോട് ഇംഗ്ലീഷ് പറയില്ല, അവരെന്നോടും ഇംഗ്ലീഷ് പറയില്ല. അവർ പഠിപ്പുള്ളവരായാലും എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞാലും. കാരണം അത് ഞങ്ങളുടെ പരസ്പര ബന്ധത്തെ വരെ ബാധിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഭാഷയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കുട്ടികൾ മലയാളത്തിന് പകരം എന്നോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുന്നതോടുകൂടി ഞങ്ങളുടെ ബന്ധത്തിന് എന്തോ തകരാറ് സംഭവിച്ചു പോകും. ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരാളിനോട് പറഞ്ഞു, ഒരു പിതാവ് തൻ്റെ മകനെ ചൂണ്ടിയിട്ട് ഞാൻ ആ മകനുമായിട്ട് വർത്തമാനം പറയാൻ
തുനിയുമ്പോൾ സമദാനി സാഹിബെ നിങ്ങൾ അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അവന് ഇംഗ്ലീഷ് അറിയുള്ളൂ, അവന് മലയാളം അറിയില്ല. ഞാൻ അയാളോട് പറഞ്ഞു, പിന്നെ അവന് തീരെ മലയാളം അറിയില്ലെങ്കിൽ നാളെ നിങ്ങളെയും അറിയാത്തവനായിട്ട് അവൻ മാറും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, മാതൃഭാഷയ്ക്ക് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. മാതൃഭാഷ വല്ലാത്തൊരു സംഗതിയാണ്, അതായിട്ട് കളിക്കാൻ നിൽക്കരുത്. അത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. നിങ്ങൾ ഭാഷ മാറിയാന്ന് വിചാരിച്ച് ഭാഷ മാത്രമല്ല മാറുക. അമ്മേ, മാ, ഇതിനൊക്കെ നിങ്ങൾ ഭാഷ മാറ്റിയാൽ വലിയ അപകടമാണ്. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ പൊന്നു മോനെ, ഇതിനൊന്നും നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. പൂതി വെക്കണ്ട നിങ്ങൾക്ക്. എൻ്റെ പൊന്നു മോനെ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം മറിച്ച് ചോദിക്കുന്നു. മൈക്ക്, ഇതിൻ്റെ മലയാളം എന്താ? അപ്പോൾ നിങ്ങൾക്ക് തോന്നിയോ മലയാളം എന്താ മോശമെന്ന്? എന്നാൽ ഞാൻ തിരിച്ചു ചോദിക്കണു, എൻ്റെ പൊന്നു മോനെ, അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? മൈ ഗോൾഡൻ സണ്ണ്. അതിന് ഇംഗ്ലീഷ് ഇല്ല. അത് അമ്മയുടെ വികാരമാണ്, അത് മാതാവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വിളിയാണ്. ഒരു ഭാഷയും വെറുക്കണ്ട, പക്ഷേ മാതൃഭാഷയെ കാണേണ്ട പോലെ കാണണം. ഒന്നിനോടും വെറുപ്പരുത്. എല്ലാറ്റിനെയും അംഗീകരിക്കുന്നതിൻ്റെ പേരാണ് ജനാധിപത്യം, ബഹുസ്വരത, മൈത്രി. ഇതൊക്കെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അതാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന രീതി. മുസ്ലിം ലീഗ് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. പക്ഷേ ലീഗ് ഒരു വർഗീയമായി ചിന്തിച്ചതോ, ഒരു വർഗീയമായി സംസാരിച്ചതോ, ഒരു വർഗീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടവരുത്തിയതോ, ലീഗ് എവിടെയെങ്കിലും പോയി ആളുകൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കുന്ന എന്തെങ്കിലും നടപടിയിൽ ഏർപ്പെട്ടതോ കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കാലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ തെളിയിക്കാനേ കഴിയില്ല. മറിച്ചുള്ളത് ഇഷ്ടം പോലെ ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലീഗ് സൗഹൃദമാണ്, ലീഗ് മൈത്രിയാണ്, ലീഗ് മതേതരത്വമാണ്, ലീഗ് കലഹം തീർക്കുന്ന പാർട്ടിയാണ്, ലീഗ് അമ്പലത്തിന് പോലും സുരക്ഷ കൊടുക്കേണ്ട ഘട്ടത്തിൽ കൊടുത്ത പാർട്ടിയാണ്. അതാ പറഞ്ഞുകൊണ്ടേയിരിക്കണേ. ലീഗ് അല്ലാത്തവർ എത്രയോ പറയണം. അങ്ങനെയാണ് വേണ്ടത്. കലഹങ്ങളും വക്കാണങ്ങളും ഉള്ളതല്ല. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, അങ്ങനെ നീട്ടി പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. നേതാക്കളുടെ ഒരു നിരയുണ്ട്, വനിതാ ലീഗിൻ്റെ നേതാക്കൾ തന്നെയുണ്ട്. അവരിൽ നിന്നും നിങ്ങൾ കേൾക്കാൻ നിങ്ങൾ വളരെ ജിജ്ഞാസാഭരിതരാണ് എന്നെനിക്കറിയാം. അവരാണ് പറയേണ്ടത്, എന്നെപ്പോലുള്ള ഒരാൾ മാത്രമല്ല. സുഹറ മമ്പാടുണ്ട്, ജയന്തിയുണ്ട്, മറ്റു നേതാക്കളുണ്ട്, മരക്കാർ മൗലവി സാഹിബുണ്ട്, ജില്ലാ ലീഗ് പ്രസിഡന്റ് തന്നെ വലിയൊരു വാഗ്മിയായിട്ടുള്ള സ്ഥലമാണ് പാലക്കാട് ജില്ല. അദ്ദേഹത്തിന് തന്നെ ഒരു സദസ്സിനോട് മണിക്കൂറുകളോളം സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് എന്നെപ്പോലെ ഒരാൾ ദീർഘിച്ച് സംസാരിക്കുന്നത് അനുചിതമാണ്. എനിക്ക് മനസ്സിൽ പറയാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ശ്രമിച്ചു. ഈ കാലഘട്ടത്തിലും നന്മയുടെ ദീപമാവുക, ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തം നിർവഹിക്കാനുണ്ട്. സമൂഹത്തോട്, രാജ്യത്തോട്, സമുദായത്തോട് ഒക്കെ വലിയ കടമകളുണ്ട്. കാലം വളരെ ആപൽക്കരമാണ്. പുതിയ കാലഘട്ടത്തിൻ്റെ വക്താക്കളാവുക. നിങ്ങളുടെ മക്കളെ റാഞ്ചിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനെതിരെ കുട്ടിയാളപ്പിടുത്തക്കാർ വരുന്നുണ്ട്. പണ്ട് കുട്ടിയാളപ്പിടുത്തക്കാർ ചാക്കുമായിട്ടാണ് വന്നിരുന്നത്. ഇന്ന് കുട്ടിയാളപ്പിടുത്തക്കാർ അവരുടെ തലച്ചോറ് പിടിക്കാൻ വരികയാണ്. തലച്ചോറിലേക്ക് വേണ്ടാത്തത് കുത്തിച്ചെലുത്തിയാൽ മതി, പിടിക്കണ്ട, അവരാളായിക്കോളും. അല്ലാതെ തന്നെ കുട്ടികളെ പിടിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് എന്നോട് ഒരു വീട്ടുകാർ അവിടെ വന്നിട്ട് വലിയ വേദനയോടെ പറഞ്ഞു, ഞങ്ങളെ കുട്ടിയെ കാണാനില്ല.
ഞാൻ മലപ്പുറത്തുനിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു ഘട്ടത്തിലാണ്, കുറച്ച് 2-3 വർഷം മുമ്പാണ്. അപ്പം നമ്മളൊക്കെ അതിൽ ഇടപെട്ടു, പോലീസായിട്ട് സംസാരിച്ചു, ജില്ലാ പോലീസ് മേധാവിയുമായി സംസാരിച്ചു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ വീട്ടുകാർ പറഞ്ഞു ഈ കുട്ടി വീട്ടിൽ ഒതുങ്ങിയിരുന്ന കുട്ടിയാണ്. പക്ഷെ ഒരു ദിവസം ഇറങ്ങി അങ്ങ് പോയി. എങ്ങോട്ടാ പോയി എന്നറിയില്ല, അവൻ്റെ കയ്യിൽ കാശുണ്ടോ എന്നറിയില്ല, അവനെങ്ങനെ കഴിയാമെന്നറിയില്ല. വീട്ടുകാർക്ക് പിന്നെ ഇനി വേറെ വല്ലതും വേണോ ബേജാറാവാൻ? അവർ വളരെ വേദനയോടുകൂടി കുട്ടി പോയ കഥ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞു ഒരാളുണ്ട് കുട്ടിയുടെ കൂടെ, ആരോ ഒരാളുണ്ട്. സകല റെയിൽവേ സ്റ്റേഷനിലും പോലീസ് അലർട്ട് നടപ്പിലാക്കി. അപ്പോൾ ഈ പാലക്കാടോ ഷൊർണൂരോ കൃത്യമായ സ്റ്റേഷൻ എനിക്ക് ഓർമ്മയില്ല, ഷൊർണൂരാണെന്ന് എൻ്റെ ഓർമ്മ. ആ മുമ്പിലുള്ള ആൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ട്. ഒരാളാണ്ട് വരികയാണ്ട് പോവാണ്, കൂട്ടിയാണ്ട് കൊണ്ടുപോവാണ്. അവസാനം കുട്ടിയെ പിടിച്ചു അത്ഭുതകരമായിട്ട് ബോംബെയിലെ റെയിൽവേ സ്റ്റേഷനിലെ ക്യാമറയിൽ നിന്ന് കുട്ടിയെ പിടിച്ചു. ഇന്നും കുട്ടിയെ തിരിച്ചു കിട്ടിയിട്ടും ആ ഒരു വിഷയം അവശേഷിക്കുന്നു. ആരായിരുന്നു ആ അപരൻ? ആരാണ് ആ അജ്ഞാതൻ? അങ്ങനെ ഒരാൾ പറയുമ്പോഴേക്ക് ഇറങ്ങിപ്പോകാൻ മാത്രം അവനും ഈ കുട്ടിയും തമ്മിൽ എന്ത് ബന്ധം? അതാ ഞാൻ പറഞ്ഞത്, കുട്ടിയാളെ പിടുത്തക്കാർ. ഇനി വേറൊരു പിടുത്തുണ്ട്, വന്ന് കൊണ്ടുപോകൊന്നും വേണ്ട. അവൻ്റെ തലച്ചോറ് കൊണ്ടുപോയി, അവൻ്റെ ഹൃദയം കൊണ്ടുപോയി, അവൻ്റെ വികാരങ്ങളും കൊണ്ടുപോയി. വികാരങ്ങളും കൊണ്ടുപോകും. ഭാര്യ പോലും വേറെ പണി നോക്കും. കാരണം ഒരു മയക്കുമരുന്ന് അഡിക്റ്റിന് ഒരു ഇമോഷൻസും കാണില്ല. യെസ്, ഇതൊക്കെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, അല്ലാതെ വേണ്ടാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല. ഒരു വികാരം കാണില്ല. അവനിങ്ങനെ ഇരിക്കും, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ദൃഢം. അങ്ങനെ മനുഷ്യനെ തകർക്കാനുള്ള പൈശാചികതയാണ് ഇന്ന് നടക്കുന്നത്. ആണിൻ്റെ ആണത്വം ചോർത്തിയെടുക്കുക, പെണ്ണിൻ്റെ പെണ്ണത്വം ചോർത്തിയെടുക്കുക, സ്ത്രീയുടെ സ്ത്രീത്വം ചോർത്തിയെടുക്കുക. ഇപ്പം സ്ത്രീക്ക് നാണം വേണം. ഇതെന്തത്ര മോശമുള്ള കാര്യമാണ്? എനിക്കെത്രയായിട്ട് മനസ്സിലാവുന്നില്ല. എൻ്റെ അഭിപ്രായം പുരുഷന് നാണം വേണമെന്നാണ്. എന്നാൽ തർക്കമില്ലല്ലോ, എല്ലാ തർക്കവും ഞാൻ അവസാനിപ്പിച്ചു തരാം. ഒരു ലജ്ജയില്ലാത്ത പുരുഷൻ എന്തിനുള്ളൂ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ? നാണം കെട്ടവൻ എന്ന് ഞാനല്ലല്ലോ ഉണ്ടാക്കിയത്, മലയാളി പണ്ടുണ്ടാക്കിയതല്ലേ. നാണം കെട്ടവൻ അത് പുരുഷനും ആവശ്യമല്ലേ? സംസ്കാരത്തിൻ്റെ അടയാളമല്ലേ ലജ്ജ? ഇപ്പം നമ്മൾ ചിലയിടത്ത് കാണാം, ഒന്നിച്ചിരിക്കുന്നിടത്ത് ചിലർ തമാശ പറയും. അത് അസഭ്യമായിരിക്കും ആ തമാശ. എനിക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത മനം പുരട്ടും. തമാശ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയതാവണം. പ്രത്യേകിച്ച് മാതാപിതാക്കളോ മക്കളോ ഒക്കെ ഉള്ളിടത്തുനിന്ന് വൾഗറായ സംഗതി പറഞ്ഞിട്ട് അത് വിറ്റാന്ന് വിചാരിക്കുന്ന വിവരം കെട്ടവർ, വൾഗാരിറ്റി വല്ലാത്തൊരു ഇടങ്ങറാണ്. അത്തരം ആളുകളുടെ കമ്പനിയും കൂട്ടുകെട്ടും. ഞാൻ രാഷ്ട്രീയത്തിലും കണ്ടിട്ടുണ്ട് അങ്ങനെ ചിലരെ. ഒരു വലിയ കാര്യമായിട്ട് തമാശ പറയാം, തമാശ പറയാൻ നാവെടുത്താൽ വൃത്തിയോടെ പറയും. ഞാൻ മെല്ലെ അവിടുന്ന് മാറും. ഇതെനിക്കെങ്ങനെ ഉണ്ടായതാ? എനിക്ക് ചെറുപ്പം മുതൽ എൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ച നാണമാണ്. ലജ്ജ ആണുങ്ങൾക്കും വേണ്ടേ? സ്ത്രീക്ക് മതിയോ? ലജ്ജയില്ലാത്ത പുരുഷൻ എത്ര വലിയ ഭാരമാണോ അതിനേക്കാൾ ഭാരമായിരിക്കും ലജ്ജയില്ലാത്ത സ്ത്രീ. സ്വാഭാവികം. പണ്ടൊക്കെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുമ്പോൾ വീട്ടിൽ മുഴുവൻ കരച്ചിലായിരുന്നു. അതോ അവരൊക്കെ മോശക്കാരാ? എൻ്റെ പെങ്ങന്മാർ 4 പെങ്ങന്മാരെ കെട്ടിച്ച്, 4 പെങ്ങന്മാരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വീട്ടിൽ വലിയ കരച്ചിൽ കണ്ട വളർന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അവരോ എൻ്റെ നാട്ടുകാരോ എൻ്റെ ഉപ്പയോ ഉമ്മയോ മോശക്കാരായിട്ടില്ല. അത് മഹാമാതൃകയായിട്ടാണ്. അവരെന്താ മോശപ്പെട്ട സ്ഥലത്തേക്ക് പോണതുകൊണ്ടാണോ കരയണത്? ഒരിക്കലുമല്ല. അത് മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടാണ്. അവർ വീട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ പറിച്ചു നടുകയാണ്. അവൾ പുതിയ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. അവളുടെ ഉപ്പ വേറെയാണ്, അച്ഛൻ വേറെയാണ്. ഇനി മുതൽ പുതിയ ഒരാളെ അച്ഛാ ഉപ്പ
അമ്മേ, ഉമ്മ, ആ പരിഗണന ഈ വീട്ടിൽ കിട്ടിയ പോലെ എൻ്റെ കുട്ടിക്ക് അവിടെയും കിട്ടുമോ? പെമ്മക്കളെ കെട്ടിച്ചയക്കുന്നവരുടെ മനസ്സ്, ഇതൊക്കെ മനുഷ്യർക്കുള്ളതല്ലേ, ഇതൊക്കെ മാനുഷിക വികാരങ്ങളല്ലേ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഹിന്ദി സിനിമയിൽ റഫി സാഹിബിനെ പോലുള്ള വലിയ ഗായകർ പാടിയ പല പാട്ടും പെൺകുട്ടികളെ കെട്ടിച്ചയക്കുമ്പോൾ യാത്ര അയക്കുന്ന പാട്ടാണ്. ഞാൻ ആ കുട്ടി കരയുന്നതിലും ഒരു വിഷമം എനിക്ക് തോന്നില്ല. കാരണം ആ കുട്ടിയുടെ മാതാവിനെ വിഷമിക്കും. അപ്പം ആ കുട്ടിയേക്കാളും വിഷമിക്കുന്നത് ആ മാതാവാണ്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, കുട്ടി കരഞ്ഞോട്ടെ, നിങ്ങളതിൽ വിഷമിക്കണ്ട. കുട്ടി കരഞ്ഞതിനാൽ നിസ്കാരം പെട്ടെന്ന് അവസാനിപ്പിച്ച പുണ്യ റസൂലിനെ ഞാൻ ഓർക്കുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം നിസ്കാരം പെട്ടെന്ന് അവസാനിപ്പിച്ചു. ഇതൊക്കെയാണ് ലോകകാരുണ്യം. ഇന്നെന്തരെ പെട്ടെന്ന് നിസ്കാരം നിർത്തി എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഒരു കുട്ടിയുടെ കരച്ചിൽ ഞാൻ കേട്ടു, അവരുടെ മാതാവിന് വിഷമമാകാതിരിക്കാൻ ഞാൻ പെട്ടെന്ന് നിസ്കാരം അവസാനിപ്പിച്ചു. മസ്ജിദിൽ അപ്പുറത്ത് അവരും നിസ്കരിക്കണ്ടേ? ഇതൊക്കെ കണ്ട നഗരിയുടെ പേരാണ് മദീന. അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ആ കൾച്ചർ ഉണ്ടായത്. കൾച്ചർ ഇങ്ങനെയൊക്കെയാണ് വളരേണ്ടത്. ആ മാതാവിനെ തിരിച്ചറിയാൻ കഴിയണം. വിമാനത്തിൽ എന്തുകൊണ്ടാണ് എയർ ഹോസ്റ്റസ് പെണ്ണുങ്ങളാക്കിയത്? എനിക്ക് ചെറുപ്പത്തിൽ വെറുതെ തോന്നലുണ്ടായിരുന്നു. വിമാനത്തിൽ കയറി പോകുമ്പോൾ ഈ ആളുകാർ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. എന്തോ ആകാശപ്പറവ, ഒരു പറവിയില്ല. അവർ കഷ്ടപ്പെടുന്ന പെൺകുട്ടികളാണ്. അവർ പലരുമായിട്ടും എന്നോട് ദീർഘമായി സംസാരിക്കാറുള്ള എയർ ഹോസ്റ്റസുമാരുണ്ട് സ്ഥിരമായി യാത്ര ചെയ്യുമ്പോൾ. എനിക്ക് ചിലരൊക്കെ വളരെ അടുത്തറിയുന്നവരുണ്ട്. അവരെല്ലാം കഥയും പറയും നമ്മളോട്, അവരുടെ കുടുംബകഥകൾ. ഭക്ഷണം വീട്ടിൽ നിന്ന് ടിഫിൻ പാത്രത്തിൽ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. എന്താണെന്ന് ചോദിക്കും, ഇതിലെല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിട്ട്. എന്നോടൊരു എയർ ഹോസ്റ്റസ്, സാർ ഇതിനകത്ത് നിന്നുള്ള കഴിച്ചാൽ പെട്ടെന്ന് അസിഡിറ്റി വരും, നമുക്ക് ഇതിൽ പെട്ടെന്ന് സൂക്ഷിക്കുന്ന ഭക്ഷണമാണ്, നമ്മളിത് കഴിക്കാറില്ല. പിന്നെ കുടുംബവേദന പറയും. ഭർത്താവ് ഒരു ദിക്കിൽ, കല്യാണം അനുവദിച്ചിരുന്നില്ല എയർ ഹോസ്റ്റസ്മാർക്ക് കുറേ കാലം. ഇതൊക്കെയാണ് വലിയ പുരോഗമനം. വിവാഹത്തിന് നിരോധനമായിരുന്നു, ഇപ്പോൾ അടുത്താണ് അനുവാദം കിട്ടിയത്. എന്തൊരു തെറ്റാണത്. ഒരു ജോലിയുടെ പേരിൽ ഒരു കുടുംബജീവിതം തടസ്സപ്പെടുത്താൻ നിങ്ങൾക്ക് ആരധികാരം നൽകി? ഏത് നിയമാത്? എവിടുത്തെ നിയമാത്? ഒരു സ്ത്രീക്ക് അമ്മയാകാനുള്ള, ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങുകയാണ്. ഞാൻ തുടങ്ങിയത് മാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാതാവിനെ മനസ്സിലാക്കാൻ കഴിയണം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇതെന്തിനാണ് ഈ പെണ്ണുങ്ങൾക്ക്, ആണുങ്ങൾക്ക് പറ്റൂല ഈ പണി? ഒരു ദിവസം വിമാനം പൊങ്ങുമ്പോഴും ഇറങ്ങുമ്പോഴും ഈ കുട്ടികൾ കരയും. ചിലപ്പോൾ ചെകിട് വേദനയാവും, പ്രഷറുണ്ട്, കാത് വേദനിക്കും. അങ്ങനെ ഒരു കുട്ടി വാവിട്ട് കരയാണ്. അതിൻ്റെ മാതാവ് കിടന്ന് കഷ്ടപ്പെടുകയാണ്. മാതാവിന് രണ്ടിടങ്ങറാണ്. ഒന്ന് കുട്ടിയെ സമാധാനപ്പെടുത്തണം, ഒന്ന് മറ്റുള്ള യാത്രക്കാർക്കൊക്കെ എന്താ തോന്നുക. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഒരമ്മ, ഒരു ഉമ്മ, ആരാകട്ടെ രണ്ടും ഒന്നാണ്. ഉമ്മ ചുണ്ട് കൂട്ടണം, അമ്മ ചുണ്ട് കൂട്ടണം. മദർ ഇംഗ്ലീഷിൽ ചുണ്ട് കൂട്ടണം. ഉമ്മുൻ അറബിയിൽ ചുണ്ട് കൂട്ടണം. ഉമ്മുൻ ചുണ്ട് കൂട്ടണം. അമ്മ മലയാളത്തിൽ ചുണ്ട് കൂട്ടണം. മദർ ഇംഗ്ലീഷിൽ ചുണ്ട് കൂട്ടണം. സംസ്കൃതത്തിൽ മാതൃ ചുണ്ട് കൂട്ടണം. എനിക്കിത്രേ അറിയൂ. എല്ലാ ഭാഷയിലും അതൊന്നാണ്. ഞാൻ പഠിച്ച ഭാഷയിലൊക്കെ അതൊന്നാണ്. ഇറ്റ് ഈസ് ദ സെയിം. ഇറ്റ് ഈസ് വൺ ആൻഡ് ദി സെയിം. ഗർഭാശയം ഒന്നാണ്. നിങ്ങളൊക്കെ നിങ്ങളെ അമ്മാനെ ഓർക്കുണ്ടാവും. ഇപ്പോൾ ഞാൻ നിങ്ങളല്ല കാണുന്നത്, ഇപ്പോൾ നിങ്ങളെ മാതാക്കളെയാണ് കാണുന്നത്. യെസ്, ഞങ്ങളെ കാണുന്നേ ഇല്ല. ഞങ്ങളെ പെറ്റു വളർത്തിയ മാതാവിനെ മാത്രമേ കാണുന്നുള്ളൂ. അവരൊക്കെ എൻ്റെ മുമ്പിലുണ്ട്.
എൻ്റെ ചുറ്റുവട്ടത്ത് നിറഞ്ഞു നിൽക്കേണ്ടവർ. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കരഞ്ഞപ്പോൾ അതിൻ്റെ മാതാവ് വിഷമിക്കുമ്പോൾ ഒരു എയറോസ്റ്റസ് പെൺകുട്ടി എന്ത് ചെയ്തു എന്നറിയോ? ഓടി അങ്ങ് ചെന്നിട്ട് കുട്ടിയെ വാരി എടുത്തിട്ട് ഒരൊറ്റ ഓട്ടം അതിനെ ആശ്വസിപ്പിച്ചിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പണി പെണ്ണുങ്ങൾക്കാണ് പറ്റുക, ഇതാണിനെ കൊണ്ട് കഴിയില്ല. ഇത് രണ്ടും രണ്ടാണ്, നിങ്ങൾ ഒന്നാക്കാൻ നോക്കണ്ട. യു കാൺട്ട് ഡു ദാറ്റ്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം ആർജിക്കാൻ കഴിയട്ടെ. പ്രബുദ്ധ രാഷ്ട്രീയം അത് നിങ്ങൾ പരിശീലിക്കണം, നിങ്ങൾ പഠിക്കണം, നിങ്ങളിൽ നിന്ന് പഠിച്ചവരുണ്ടാവണം. ഞാൻ ഡിഗ്രിയെക്കുറിച്ചല്ല പറയണത്, ഡിഗ്രി മാർക്കൊന്നും ഒന്നും അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഈ മാർക്ക് കിട്ടിയവരെ ആദരിക്കുന്ന ചടങ്ങിലേ പോകാറില്ല. എനിക്ക് സമയമില്ല, താല്പര്യമില്ല. A+ ആദരിക്കുന്നൊരു ചടങ്ങിലും ഞാൻ പോകാറില്ല. കഴിയുന്നിടത്തോളം ഈ കൊല്ലം ഞാൻ പരമാവധി ഒഴിവാക്കി. എന്തിനാ പോണത്? കോഴിക്കോട് ജില്ലയിലൊരു സഹപാഠിയെ കൂടെ പഠിക്കുന്നവർ കുത്തിക്കൊന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ളോ? അപ്പം അടി ഇടി കൊല, സ്കൂളിൽ തല്ല്, സിനിമയിൽ ഇറച്ചിവെട്ട്, സിനിമ ഇറച്ചിവെട്ടാണ്, വയലൻസ്. പണ്ടൊക്കെ സിനിമയിൽ അക്രമം നിറഞ്ഞ അങ്ങനെ ഒരു തോക്കോ റൈഫിളോ ഉണ്ടാവുള്ളൂ. ഇന്നിങ്ങനെ ഇറച്ചിവെട്ടാണ്, പിന്നെ മയക്കുമരുന്നു. അപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ ഈ കൊല്ലപ്പെട്ട കുട്ടിയെ കൊന്നവരുടെയൊക്കെ റിസൾട്ട് വന്നു, പരീക്ഷാ റിസൾട്ട്. എല്ലാവർക്കും A+ ആണ്. അപ്പോൾ എൻ്റെ തീസീസാണ് അതിൽ ഉറപ്പായത്, മാർക്ക് കൊണ്ട് രക്ഷയില്ല. വിദ്യാഭ്യാസം ചെയ്യുമെന്ന് പറയേണ്ട കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇതൊക്കെ 40 കൊല്ലം മുമ്പ് 50 കൊല്ലം മുമ്പ് CH സീതി സാഹിബ് പ്രസംഗിച്ച മാതിരി ഞാൻ പ്രസംഗിക്കാറില്ല. അത് CHൻ്റെ കാലഘട്ടം ഒന്നും അല്ലതെന്ന് എനിക്ക് മനസ്സിലാവില്ലേ. അവരൊരു പഠിപ്പുള്ളവനെ കാണാൻ കൊതിച്ചു. ഇന്ന് പഠിപ്പുള്ളവരിൽ മനുഷ്യരെ കാണാൻ കൊതിക്കേണ്ട കാലമാണ്. മനുഷ്യരെ കാണണം, മനുഷ്യർ. അതുകൊണ്ട് എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കാൻ നല്ലത് ആ ഒരു സംഭവമാണ്. ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചൊരു മകൻ നാട്ടിലെത്തി, ഒരു കത്തി വാങ്ങി, മൂർച്ചുണ്ടോന്നൊക്കെ പരിശോധിച്ചു, മാതാവിനെ കൊന്നു. ഇത് പച്ചക്കറി വെട്ടാനല്ല മൂർച്ച പരിശോധിക്കുന്നത്, മീൻ മുറിക്കാനുമല്ല. 9.5 മാസത്തെ ഗർഭം മലമൂത്രത്തിൽ കിടന്ന വളർച്ച കൊന്നു. കൊന്നിട്ട് പോലീസ് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ അവൻ പറഞ്ഞു, ഞാനന്ന് ഖത്തറിലാണ്, ഞാൻ ഒരിക്കലും മറക്കൂലത്. ഞാൻ നമ്മുടെ നടൻ സലീം കുമാറിൻ്റെ കൂടെ ഒരു പരിപാടി പങ്കെടുക്കാൻ പോയതാണ്. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു സംഭാഷണമായിരുന്നു ആ പരിപാടി. ഒരു സ്റ്റേജിൽ സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളെപ്പറ്റിയുള്ള ഞങ്ങളുടെ ഒരു സംവാദം. 1.5 മണിക്കൂർ പ്ലാൻ ചെയ്ത ആ പരിപാടി 3 മണിക്കൂർ പോയി. അത് കഴിഞ്ഞ് ഇറങ്ങി ഞാൻ ഈ വാർത്ത കേട്ടു, ആലോചിച്ചിരിക്കുകയായിരുന്നു. മാതാവിനെ മകൻ കൊന്നു, കത്തി കൊണ്ട് കുത്തി കൊന്നു. ഉമ്മയെ കാണാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കൊല്ലം കളഞ്ഞ മകനാണ് ഞാൻ. എന്നെ കുറച്ച് ദൂരമുള്ള സ്കൂളിൽ കൊണ്ടേ ഉപ്പ ചേർത്തി. എനിക്കെപ്പോഴും ഉമ്മയെ കാണണം. ഞാൻ സ്കൂളിൽ നിന്ന് ചാടിപ്പോരും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടമുള്ളൊരു കാലമാണത്. ഒരു സലാമാഷുണ്ട് ഇവിടെ, പൊന്നാനി മണ്ഡലത്തിലെ ഒരു സ്കൂളിലായിരുന്നു എന്നെ കൊണ്ടേ ചേർത്തത്. ആ സ്കൂളിൽ നടത്തിയ ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചു. അവർ വിചാരിച്ചു ഞാൻ വിളിച്ചാൽ ഉടനെ വരുന്നു. ഞാൻ എന്തോ പറഞ്ഞ് ഒഴിവായി. എനിക്കുടനെ ആ സ്കൂളിലെ മുറ്റം ഓർമ്മ വന്നു, എൻ്റെ ഉമ്മയെ ഓർമ്മ വന്നു. ഉമ്മയെ കാണാൻ വേണ്ടി ഞാൻ ചാടിപ്പോന്നിരുന്ന സ്കൂളാണത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചാടിപ്പോരും. അങ്ങനെ ഞാൻ ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഉമ്മ സങ്കടപ്പെടും. ഉപ്പ പഠിക്കാൻ പറഞ്ഞയച്ചിടത്തുനിന്നാണ് എൻ്റെ വരവ്.
അങ്ങനൊരു കൊല്ലം പോയി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലാഭമാണത്. കോളേജ് പഠിച്ചിരുന്ന കാലത്ത് ഞാൻ സ്കൂളിൽ വന്നിട്ട് ഉമ്മയുടെ വയറ്റത്തൂടെ കൈയിട്ട് കിടക്കും. കുറച്ച് നേരം ആദ്യം ചെയ്യുന്ന പണി അതാണ്. കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് ശനി ഞായർ അവധിക്ക് വന്നാൽ ആദ്യം ഉമ്മയുടെ അടുത്ത് പോയിട്ട് അല്പം കിടക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ വളർന്നത്. അതുകൊണ്ട് ഈ മകൻ മാതാവിനെ കൊന്നു എന്നുള്ള വാർത്ത അറിഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ എന്നെ നടുക്കുന്ന മറ്റൊരു വർത്തമാനം വന്നു. ഇവൻ കൊന്ന ശേഷം പോലീസിനോട് പറഞ്ഞത്, അവൻ പറഞ്ഞു, എന്നെ ഗർഭം ചുമന്നതിനും എന്നെ ജനിപ്പിച്ചതിനുമുള്ള ഫലം ആ സ്ത്രീക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്നെ ഗർഭം ചുമന്നതിനും എന്നെ പെറ്റ് വളർത്തിയതിനുള്ളത് ഞാൻ ആ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നു. ഇതാണ് പുതിയ കാലം. ഇത് അഭിശപ്ത കാലം. ആ കാലത്തും നിങ്ങൾ നിങ്ങളുടെ സംസ്കാര ദീപം നമുക്കെല്ലാവർക്കും ചേർന്ന് ജ്വലിപ്പിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സലാം സാഹിബ് ഒരു ഗസലോ കവിതയോ ഒക്കെ പറയണമെന്നാണ് പറഞ്ഞത്. അതിനൊന്നും ഞാൻ മുതിരുന്നില്ല, സമയം ഒരുപാട് വൈകിപ്പോയി. ഞാൻ ഇതുവരെ പറഞ്ഞതിൽ അതൊക്കെ ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കും. സലാം സാഹിബ് പറഞ്ഞത് ഞാൻ കേൾക്കും. ഇവിടെ അല്ല, മറ്റൊരു സ്ഥലത്ത്. സലാം സാഹിബിൻ്റെ വളരെ ഞാൻ ഈ പറഞ്ഞതിൽ അതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മട്ടത്തിലാവട്ടെ. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിച്ചു. സലാം സാഹിബ് അങ്ങനെ പലതും പറയുന്നോട് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് മൂപ്പർക്ക് ആ ധൈര്യം. സലാം സാഹിബ് ഈ പൊന്നാനി മണ്ഡലത്തിലെ നമ്മളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എനിക്ക് നൽകിയ സുഹൃത്തും കൂടിയാണ് സലാം സാഹിബ്. അതിനുമ്പ് സുഹൃത്തല്ല എന്നല്ല, അതോടെ ഒന്നുകൂടി അടുത്തു. ഒരേ ഹൃദയഭാവമുള്ളവർ പെട്ടെന്ന് അടുക്കും. അങ്ങനെ മരക്കാർ മൗലവിയൊക്കെ അതേ എത്രയോ നേരത്തെ അടുത്തതാണ്. അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് വരും, ഒരു കെമിസ്ട്രി ഉണ്ട്, ഒരു മെൻ്റൽ കെമിസ്ട്രി. എല്ലാ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാം ഭംഗിയാവട്ടെ. ഇപ്പോൾ ഇവിടെ ഈ ഹാളിൽ നടക്കുന്നത് വനിതാ ലീഗിൻ്റെ ജില്ലാ സമ്മേളനമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു സംസ്ഥാന സമ്മേളനമാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ വന്നപ്പോൾ തന്നെ കരീം സാഹിബിനോട് ചോദിക്കായിരുന്നു, വലിയ ഹാളാണല്ലോ. അപ്പോൾ കരീം സാഹിബ് പറഞ്ഞു, അവിടെ വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു, എന്നെ വിളിച്ചിരുന്നു, ഞാൻ വരണമെന്ന് ചോദിച്ചു. ബുദ്ധിമുട്ടി വരണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് വന്നില്ല. കരീം സാഹിബ് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ആളായതുകൊണ്ട് വരണമെന്നില്ലാന്നും പറഞ്ഞു എന്നോട്. അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അല്ല, അതാണല്ലോ വേണ്ടത്. പറ്റുമെങ്കിൽ എങ്ങനെ സൗകര്യപ്പെടുകയാണെങ്കിൽ. അപ്പോൾ കരീം സാഹിബ് പറഞ്ഞു, ഇവിടെയാണ് കല്യാണം നടന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പറയുന്നത്, നിറയാൻ എത്ര ബുദ്ധിമുട്ടാണ് ഈ ഹാളൊന്ന് നിറഞ്ഞു കിട്ടാൻ. ആയിരക്കണക്കിന് ആൾ വേണം ഈ ഹാള് നിറഞ്ഞു കിട്ടാൻ. അത്രയും വലിയൊരു സമ്മേളനം നടത്തിയ പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയെ, വനിതാ ലീഗിനെ, അവരുടെ സമ്മേളനമാണിത്. മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് വരാൻ പോകുന്ന പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനത്തിൻ്റെ നാന്തി ഇതിലൂടെ കുറിക്കപ്പെടുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ആദ്യത്തെ സമ്മേളനം. ആദ്യത്തേന് മരക്കാർ മൂലെ വിളിച്ചത് എന്നെയാണ്. അതിലെനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്, എനിക്ക് കൃതാർത്ഥതയുണ്ട്. ഞാൻ ഇന്ന് കുഞ്ഞാലൂർ സാഹിബിനോട് പറഞ്ഞു അങ്ങനെ പോവാണ് സമ്മേളനത്തിന്. അപ്പോൾ അത് തുടങ്ങിയോന്ന് ചോദിച്ചു എന്നോട്. ഇല്ല, അത് തുടങ്ങിയിട്ടില്ല, ഇതിന്ന് വനിതാ ലീഗ് സമ്മേളനം. അപ്പോൾ പൊതുസമ്മേളനം ഉടനെയാണ്. ഞാൻ പറഞ്ഞില്ല, അത് ഓരോ സമയത്ത് വെച്ചതാണ് എന്ന് പറഞ്ഞു. പാലക്കാട് ജില്ല മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഈറ്റില്ലമാണ്. പുതുനഗരത്ത് കായിദമില്ലത്ത് ഉയർത്തിയ കൊടി, ആ കൊടിയുടെ ഉയർച്ചയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദേശീയ മന്ദിരം. അത് പുതുനഗരത്തിൽ പറന്ന പതാകയുടെ വടക്കോട്ടുള്ള പ്രയാണമാണ്. അതിവിടെ നിന്നാണ് തുടങ്ങിയത്. നിങ്ങൾ അഭിമാനം കൊള്ളാവുന്നവരാണ്, മോശക്കാരൊന്നുമല്ല പാലക്കാട്ടുള്ളവർ. എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനവും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അല്പം ദീർഘിച്ച് പറഞ്ഞു പോയോ എന്ന ഖേദത്തോടെ
വളരെ നീട്ടി ഞാൻ കുറച്ച് ചിരിക്കണമെന്ന് വിചാരിച്ചതാണ്. എനിക്ക് കോഴിക്കോട്ടൊരു പരിപാടിക്ക് എത്താനുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിക്കുന്ന ഒരു സെമിനാറിൽ കോഴിക്കോട്ട് എത്താനുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒക്കെ നല്ലത് വരട്ടെ, അർഹമുറാഹിമീൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ സഹോദരിമാർക്കും നന്മ നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ, നല്ലതായിരിക്കട്ടെ, ശുഭകാലമായിരിക്കട്ടെ. ഒരോണം വരാൻ പോകുന്നുണ്ട്. ഓണത്തിൻ്റെ ആശംസകൾ മുൻകൂട്ടി നേർന്നുകൊണ്ട് എല്ലാം നന്നായി ഭവിക്കട്ടെ, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കട്ടെ, മനസ്സിന് സമാധാനവും സൗഖ്യവും കുടുംബത്തിലും ഒക്കെ ഉണ്ടായിരിക്കട്ടെ. ബാക്കിയൊക്കെ സംസാരിക്കാൻ ഇവിടെ നേതാക്കളുണ്ട്. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഈ സദസ്സിൽ എത്തിച്ചേർന്ന ഏറ്റവും പ്രായം ചെന്ന മാതാവ് ആരാണോ അവരുടെ സമ്മതത്തോടെ ഈ സദസ്സിൽ എവിടെയോ ഇരിക്കുന്ന ഏറ്റവും പ്രായമുള്ള മാതാവ് അവരുടെ അനുമതിയോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനായ സർവശക്തൻ്റെ തിരുനാമത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം അവരോട് സമ്മതം ചോദിച്ചുകൊണ്ട്. അവരാരാന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ സർവശക്തനായ കാരുണ്യവാൻ അറിയാം, അവരെവിടെ ഇരിക്കണമെന്നും അറിയാം. ഞാൻ ആ കാരുണ്യവാൻ്റെ തിരുനാമത്തിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. കാരുണ്യവാൻ, കാരുണ്യവാൻ. ഞാൻ ആകെ പറഞ്ഞത് കരുണത്തെക്കുറിച്ച് തന്നെയാണ്. കരുണ, കാരുണ്യവാൻ. കിസി മെഹർബാൻ ने आके मेरी जिंदगी सजा दी. ഏതോ ഒരു കാരുണ്യവാൻ വന്ന് എൻ്റെ ജീവിതത്തെ അലങ്കരിക്കട്ടെ. കിസി മെഹർബാൻ ने आके मेरी जिंदगी सजा दे. मेरे दिल की धड़कनों में, मेरे दिल की धड़कनों में नई आरज़ू जगा दे. किसी मेहरबान ने आके मेरी जिंदगी सजा दी. ഏതോ ഒരു കാരുണ്യവാൻ. കരുണ വേണം, മക്കൾക്ക് കരുണ വേണം. മാതാവിന് കരുണ ഉണ്ടായിരിക്കണം എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ശരിയായ മാതാവാകാൻ കരുണയില്ലാതെ കഴിയില്ല. കരുണയില്ലാതെ ഒരു പക്ഷേ പിതാവ് വരെ ആകാൻ കഴിഞ്ഞേക്കാം, അമ്മയാകാൻ കഴിയില്ല. നൊന്ത് പെറ്റവൾക്ക് കാരുണ്യം പഠിപ്പിച്ചു കൊടുക്കരുത്. ആ അതിക്രമത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. കിസി മെഹർബാൻ ने आके मेरी जिंदगी सजा दी. സലാമാശ പറഞ്ഞത് കേൾക്കാൻ ഞാൻ പോയിട്ട് എനിക്കൊരു കുറ്റബോധം ഉണ്ടാവും. ആ കുറ്റബോധം ഒഴിവാക്കാൻ ഞാൻ അതും കൂടി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും.